എപ്പിസോഡ് 6 പാർട്ട് 2 സ്റ്റാർട്ടിങ് കാണിക്കുമ്പോൾ നേരത്തെ ഓബ് കൊടുത്ത ആ ഒരു റെസിപ്പിയുടെ ആ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇവർ 3 പേരും കുക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ കാവുകയാണെങ്കിൽ നമുക്ക് പുതിയ ഡിഷ് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഡിഷിൻ്റെ ആ ഒരു റെസിപ്പി തന്നെയായിരുന്നു ഇത്. അങ്ങനെ 3 പേരും കുക്ക് ചെയ്യുകയാണ്. നമ്മുടെ വാനിന് താല്പര്യമില്ല. അതിൻ്റെ ഇടയിൽ അവൻ്റെ ചിന്ത വേറെ എങ്ങോട്ടോ പോകുന്നൊക്കെയുണ്ട്. ആ സമയം ഓബാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നോക്കി നിന്ന് ചെയ്യുന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബാണെങ്കിൽ ഓരോരുത്തരായിട്ട് കഴിച്ചു നോക്കുന്നുണ്ട്. ഓബ് സിബിൻ്റെ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയാണ്. അതേപോലെ തന്നെ ക്ലുവയുടെയും കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വാനിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ്റെ കഴിച്ചു നോക്കുകയാണ്. കഴിച്ചു നോക്കിക്കഴിഞ്ഞത് വാനൊന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് ഒരു മറുപടിയും പറയാതെ സിബിൻ്റെ അടുത്തും ക്ലുവയുടെ അടുത്തും ക്ലുവ നിൻ്റെത് കറക്റ്റ് എക്സാക്ട് ടേസ്റ്റാണ്. പിന്നെ സിബ് നീ ചെയ്തേക്കുന്നത് നല്ല ഡിസൈനിലും നല്ല ക്രിയേറ്റിവിറ്റിയിലുമാണ്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ക്രിയേറ്റിവിറ്റിയും ടേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിഷ് നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. പിന്നെ വാൻ നിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചത് നീ നല്ലതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. പക്ഷേ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയണം. ആ സമയം വാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ടെൻഷനിലാണ്. അപ്പോൾ പിന്നെ ഇത്രയും കൂടെ കേട്ടപ്പോൾ വാൻ ദേഷ്യത്തിൽ ആ ഒരു കിച്ചണിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയം ക്ലുവയും അവന് പുറകെ ചെല്ലുന്നുണ്ട്. ഈ ടൈമിൽ സിബാണെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ഷെഫിൻ്റെ അടുത്ത് ഷെഫ് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടണ്ട, അവൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ തൊട്ട് അവൻ ടെൻഷനിലിരിക്കുമായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സിബും അവനെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഈ സമയം വാനിനെ കാണിക്കുമ്പോൾ ഇവൻ കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ക്ലുവയും വന്നിട്ട് നീ ടെൻഷൻ ആവാതിരിക്കുക, ഷെഫ് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഷെഫ് ദേഷ്യക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ, അയാൾ ശരിക്കും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഞാൻ വന്ന അന്ന് തൊട്ട് എന്നോട് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്രയും ദിവസങ്ങളായില്ലേ, ഇത്രയും നാളായില്ലേ, എന്നിട്ടൊരു മാറ്റമില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ക്ലുവയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, അത് പിന്നെ ഷെഫ് വെറുതെ പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഞാൻ ഈ ഷെഫാവുന്ന പരിപാടി ഇട്ടിട്ട് ഇത് വിട്ടിട്ട് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്ലുവ അങ്ങനെ ചിന്തിക്കാൻ നിൽക്കണ്ട, നിന്നെ കൊണ്ട് പറ്റും, നീ അടിപൊളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ചിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ എന്നെ ഇവിടെ മര്യാദയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന നീ ഒരാൾ മാത്രമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ ഞാനിപ്പോൾ ഓക്കെ എന്ന രീതിയിൽ കുറച്ച് സമാധാനിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് ക്ലുവയാണെങ്കിൽ നമ്മുടെ വാനിൻ്റെ ഷോൾഡറിലും ഷിപ്പിലൊക്കെ ആയിട്ട് ഐ മീൻ മോശമായിട്ടല്ല, അല്ലാതെ ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവൻ കൈ ക്ലോസായി കൊണ്ടുപോകുന്നുണ്ട്. കറക്റ്റ് ടൈം സിബ് അങ്ങോട്ടേക്ക് വരാണ്. എന്നാൽ സിബ് ഈ ഒരു സീൻ കണ്ടിട്ട് അതെന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ മറങ്ങി ഇന്ന് കാണുന്നുണ്ട്. ഈ ടൈം നമ്മുടെ ക്ലുവയ്ക്ക് ടെൻഷനാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ടച്ച് ചെയ്യുന്നില്ല, കൈ എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ക്ലുവയുടെ അവസ്ഥ സിബിന് മനസ്സിലാവുന്നുണ്ട്. സിബാണെങ്കിൽ ഇത് കൊള്ളാമല്ലോ, ഇവർ തമ്മിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവനും ചെറുതായിട്ടൊന്ന് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ജെ ജെ മെത്താസും കൂടെ നേരത്തെ മെത്താസ് ബുക്ക് ചെയ്തതുപോലെ തന്നെ ആ ഒരു ഷോയ്ക്കുള്ള ടൈമായപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നതാണ്. ആ ടൈമിന് മെത്താസ് ടിക്കറ്റ് മാത്രമല്ലായിരുന്നു ബുക്ക് ചെയ്യുന്നത്, അവർ ഹോൾ തിയേറ്ററായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മെത്താസാണെങ്കിൽ നാളത്തെ സമയത്ത് ജെ ജെയുടെ അടുത്ത് കണ്ട മൊത്തം തിയേറ്റർ ബുക്ക് ചെയ്തപ്പോൾ നന്നായില്ലേ, ഇപ്പോൾ തന്നെ ട്രാഫിക് ബ്ലോക്കാണ്, നമ്മൾ നല്ല ലേറ്റായി, പിന്നെ 3 ഷോയും കൂടെ ബുക്ക് ചെയ്തിരുന്നുണ്ട്, ലേറ്റായെങ്കിലും നമുക്കിരുന്ന ആ സിനിമ കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. കാറ്റ് ടൈമിന് ഇവർ കാണാനിരുന്ന ആ ഒരു ഹൊറർ മൂവി കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പയ്യൻ അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ നമുക്കിത് കണ്ടാൽ പോരെ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ ഇന്ന് പറ്റത്തില്ല മോനെ, ഇന്ന് വേറൊരാൾ ഈ ഒരു തിയേറ്റർ മൊത്തത്തിൽ ബുക്ക് ചെയ്തിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജെ ജെ മെത്താസും കാണുന്നുണ്ട്. ജെ ജെ ഇപ്പോൾ കുഞ്ഞു പയ്യൻ്റെ അടുത്ത് പോയിട്ട് ദേ കണ്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ആളാണ് ഈ തിയേറ്റർ മൊത്തത്തിൽ ബുക്ക് ചെയ്തത്, നീ ഞങ്ങളോട് സിനിമ കാണാൻ വന്നോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യനാണെങ്കിൽ താങ്ക് യു സോ മച്ച്, നിങ്ങൾ ഭയങ്കര സുന്ദരനാന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കിൽ മെത്താസ് വീഴുന്നുണ്ട്. അങ്ങനെ മെത്താസാണെങ്കിൽ അവരകത്തോട്ട് കയറ്റിയിടാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ തിയേറ്ററിലോട്ട് കയറുന്ന സമയത്ത് ജെ ജെ ആണെങ്കിൽ അവരവിടെ പോകാൻ നിന്നപ്പോൾ മെത്താസാണ് തുടങ്ങിയിട്ട് ആ പയ്യനെല്ലാം സുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവരെയും തിയേറ്ററിൽ കയറാൻ സമ്മതിക്കാമെന്ന് പറയാണ്. ആ സമയം ജെ ജെ അയ്യോ നിനക്ക് മാറിപ്പോയി, അവ സുന്ദരൻ എന്ന് പറഞ്ഞ് നിന്നെ അല്ല എന്നെയാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു കൊച്ചിൻ്റെ കൈയും പിടിച്ചോണ്ട് മെത്താസിനെ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ കയറി പോവാണ്. ആ സമയം മെത്താസയുടെ എന്നെ കൂടെ കൊണ്ടുപോടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിനുശേഷം കാണുന്ന ഒരു സിനിമ ഇരുന്ന് കാണുന്നതാണ്. ആ സമയം മെത്താസ് ഇടയ്ക്കിടയ്ക്ക് ജയജനത്ര നോക്കുന്നുണ്ട്. പിന്നെ മെത്താസ് ഓരോ ഹൊറർ സീൻ കണ്ട് പേടിച്ച് വിളിക്കുമ്പോൾ നമ്മുടെ ജയജയും കൂടെ പെട്ടെന്ന് ഞെട്ടി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജയജനെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു മെത്താസ് പേടി കാരണം. ജയജ കൈ മാറ്റാൻ നോക്കിയിട്ടും മെത്താസ് മാറി പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഓരോന്ന് കളിച്ചും പറക്കൊക്കെ ഇരുന്ന് മൂവി എൻജോയ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഓബാണെങ്കിൽ നേരെ നുവങ്ങിൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ വീട്ടിൽ ഗ്രനീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാക്കുന്നതാണ്. അതായത് നേരത്തെ അവൻ ഡേറ്റ് ചെയ്തിരുന്നത്, അതായത് കാവോനെ ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത്, പിന്നീട് അതിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറ്റിയിട്ട് വാനിനുണ്ടാക്കി കൊടുത്തൊരു ഡ്രിങ്ക് ഇല്ലേ,
ഗ്രനീറ്റ എന്ന് വാങ്ങിച്ചത് ആ ഒരു സാധനം അവൻ വീണ്ടും ഉണ്ടാക്കുകയാണ്. ആ സമയം നുവങ് ഇത് കണ്ടിട്ട് ഇതുണ്ടാക്കാനാണോടാ നീ നിൻ്റെ വീട് വിട്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നത്? അല്ല, ഇത് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, ഇതല്ലേ നീ മുമ്പ് കാവോസോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്? പക്ഷേ ഇതിനിപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടല്ലോ, എനിക്കിത് കാണുമ്പോൾ വാനിൻ്റെ ഓർമ്മ വരുന്നു. സത്യം പറയാൻ നിനക്ക് വാനിൻ്റെ അടുത്ത് എന്തോ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്താണെന്ന് ചോദിച്ചപ്പം അവനാണെങ്കിൽ അവസാനം സമ്മതിച്ചു, നിനക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ തുറന്ന് ഇറങ്ങിയേക്ക്, ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് അത് പിന്നെ കാവോസോയ്ക്ക് ഇപ്പം എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ സമയത്തേക്ക് ലവിൻ്റെ കാര്യം കൊണ്ട് ചെന്നാൽ എങ്ങനെ ശരിയാവുമെന്ന് വെച്ചപ്പോൾ നുവങ് ലവ് വേറെ സഹായിക്കുന്നത് വേറെ, അത് നീ ആദ്യം മനസ്സിലാക്കുക. നീ ഇങ്ങനെ കാവോയ്ക്ക് ഒരു മറുപടി കൊടുക്കാതെ വെച്ചോണ്ടിരുന്ന് കഴിക്കാം, അവൾ വിചാരിക്കും നീ ചിലപ്പോൾ അവൾ പറയുന്ന എല്ലാത്തിനും യെസ് പറയുമെന്ന്. അതുകൊണ്ട് എന്താണ് മറുപടി അത് തുറന്ന് പറയ്. അതുപോലെ നിനക്ക് ലവ് ഉണ്ടെങ്കിൽ അത് അവനോട് തുറന്ന് പറയ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് വാനിനെയും ക്ലുവേനെയും സിബിനെയും കൂടെയാണ്. ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ക്ലുവേയുടെ അടുത്ത് നിനക്ക് കുക്കിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവന് വാനിനെ ഇഷ്ടമാണല്ലോ, അത് സിബിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ വാനെന്ന് പറയുന്ന രീതിയിൽ നോക്കിയിരിക്കുന്നുണ്ട്. എന്നാൽ ക്ലുവേ ആണെങ്കിൽ വേറെ ഇഷ്ടമുണ്ട് പക്ഷെ പറയാൻ പറ്റത്തില്ല എന്ന് പറയണം. ആ സമയം അവനാണെങ്കിൽ നീ പറ ഞാൻ തന്നെ ഒരിക്കലും കളിയാക്കത്തില്ല എന്ന് ചോദിച്ചിട്ട് വാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്ലുവ ഇല്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം വാൻ നീ എന്താ ഇങ്ങനെയെന്ന് പറയുന്നുണ്ട്. ആ സമയം സിബ് നിങ്ങൾ അതൊക്കെ വിട്, നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലോ, നമുക്കൊരു എൻജോയ്മെൻറ്റോ ആവും, നമുക്ക് പുറത്തുനിന്ന് ഫുഡും കഴിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ക്ലുവേനെ വിളിച്ചപ്പോൾ ക്ലുവേനെ വിളിച്ചിട്ട് ഓക്കെ ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിബാണെങ്കിൽ ഇവർ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ട്. മേ ബി ഇവർ രണ്ടുപേരും തമ്മിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആണല്ലോ. അതായത് നേരത്തെ ക്ലുവേനെ കണ്ടാൽ തന്നെ സിബിനൊരു ദേഷ്യമോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ ഇവർ സപ്പോർട്ട് ചെയ്യാൻ കണക്കായി നിൽക്കായിരുന്നു. അവൻ്റെ തലയിൽ കൂടെ എന്തൊക്കെയോ പ്ലാൻ ഓടിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓവാണെങ്കിൽ കാവോനെ കോൾ ചെയ്തിട്ട് എനിക്ക് ഇനി അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണം, എനിക്ക് നമ്മളെ രണ്ടുപേരെയും കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാൻ. ആ സമയം കാവോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ കൂടെയാണ്, അച്ഛൻ ഇതുമായിട്ട് ഉറങ്ങിയിട്ടില്ല, എനിക്ക് അച്ഛനെ നോക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം ഓവാണെങ്കിൽ എനിക്ക് ശരി അച്ഛനെ നോക്കിയതിന് ശേഷം വന്നാൽ മതി, ഞാൻ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിരുന്നോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നേരെ കാവോ ഓവിനെ കാണാൻ പോകുന്നതിന് പകരമായിട്ട് നേരെ തന്നെ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ നുവങ്ങിനെ കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കാവോയ്ക്ക് ഓബ് റിജക്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കും, ഒന്ന് വീണ്ടും ആലോചിക്കട്ടെ, അവർ റിജക്റ്റ് ചെയ്ത് കളയുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നുവങ്ങ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ സന്തോഷമായിട്ടിരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ, അപ്പോൾ അവൻ്റെ ഡിസിഷൻ നീ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? നീയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നീ അവൻ്റെ സന്തോഷം കൂടെ നോക്കണ്ടേ? അവനാണെങ്കിൽ എല്ലാം ആലോചിച്ചായിരിക്കത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്, പിന്നെ നീയും എന്ത് ചെയ്യുന്നതിന് മുമ്പായാലും ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. നിങ്ങൾ തമ്മിൽ ഇത്രയും കാലം ഫ്രണ്ട്ഷിപ്പും ആ ഒരു സ്നേഹമല്ല ഒറ്റൊരു ഡിസിഷൻ കൊണ്ട് മാറിപ്പോയാൽ നിങ്ങൾ വേണം നോക്കാൻ. അവന് നീ ഇപ്പോഴൊരു ഫാമിലി തന്നെയാണ്, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുകയോ പിരിയുകയോ റിഗ്രറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടാവരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ നുവങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ നുവങ്ങിനെ വിളിച്ചോണ്ട് നുവങ്ങ് ആലോചിച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം കാവ്യാണെങ്കിൽ എന്തോ ആലോചിച്ചിട്ട് ഓവർ മെസ്സേജ് അയച്ചിട്ട് എനിക്കിന്ന് കാണാൻ വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇരിക്കുന്നതാണ്. ആ സമയം അവൻ്റെ അടുത്ത് ക്ലൂ വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം വാന് സിബ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ സിബിൻ്റെ അത്യാവശ്യ കാര്യം വന്നു, അതുകൊണ്ട് അവൻ പോയി എന്ന് പറയാണ്. ആ സമയം വാൻ ഇതൊന്ന് കഷ്ടമാണ്, അവനല്ലേ നമ്മളെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുന്നത്, എന്നിട്ട് അവൻ പോകാമെന്ന് ചോദിച്ചപ്പോൾ ക്ലൂ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ തൊട്ട് അകത്തേക്ക് കയറാണ്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, റെസ്റ്റോറൻറ്റ് വെച്ച് ഇവർ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നതിന് മുമ്പേ തന്നെ ക്ലൂ വർക്ക് ചെയ്യുന്ന ടൈമിൽ സിബ് അവൻ്റെ അടുത്ത് നിന്നിട്ട് നിനക്ക് വാൻ ഇഷ്ടമാണെന്നൊക്കെ അറിയാം, നീയാണെങ്കിൽ അവൻ്റെ ചെന്ന് പെട്ടെന്ന് എൻ്റെ ഇഷ്ടം തുറന്നു ഇറങ്ങിയേക്ക്, പറയാതെ എന്തിരുന്നേക്കരുത്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ക്രിയേറ്റ് ചെയ്തത്, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വെച്ചിട്ട് ഇഷ്ടം തുറന്നു പറയണം, ഇതാണ് നിൻ്റെ ലാസ്റ്റ് ചാൻസ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആകുമ്പോൾ അതിൽ വെച്ച് ആരെങ്കിലും എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വല്ല മത്സരം കാണത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഇഷ്ടം തുറന്നു ഇറങ്ങിയേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ക്ലൂവ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ സിബ് പോയെങ്കിലും അതൊന്നും മൈൻഡ് ആക്കാതെ വാനിനെയും കൊണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ പ്രസൻറ്റ് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടും എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സിബിനെ കാണിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് അവൻ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങായിരുന്നു. നോക്കിയപ്പോൾ ഓബ് അവിടെ ഇരിക്കുകയാണ്. ഓബിനെ കണ്ട് സിബ് അവിടെ നിന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഷെഫിൻ്റെ അടുത്ത് ഷെഫ് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് ഒന്നുമില്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബാക്കിയുള്ളവർ പോയി കിടന്ന് ഉറങ്ങിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഇല്ല ഷെഫ് അവരവരും പുറത്ത് പോയിരിക്കുകയെന്ന് പറയാണ്. പുറത്ത് പോയിരിക്കേ, അവരവിടെ പുറത്ത് പോയി എന്നിങ്ങനെ ഇത് കേട്ടിട്ട്
ഓബ് ചോദിക്കുകയാണ് അസൈൻമെൻറ്റ് സിബാണെങ്കിൽ അത് പിന്നെ ഷെഫ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് വഴക്ക് പറയത്തില്ലല്ലോ. മറ്റൊന്നുമല്ല, ക്ലുവ ആണെങ്കിൽ വാനിൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവാണ്. അവന് വാനിൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടേ നമ്മുടെ ഓബ് നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. ഇതേ ടൈമിന് ക്ലുവേനെയും വാനിനെയും കാണിക്കുമ്പോൾ അവരുടെ വീണ്ടും എൻജോയ് നടക്കുകയാണ്. ആ ടൈം കൊണ്ട് തന്നെ ഈ ന്യൂസ് ഇറങ്ങിയിട്ട് ഓബ് ഓടി അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. അതുപോലെ തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട്, കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു ടൈമിന് നമ്മുടെ വാനും ക്ലുവയും കൂടെ ഒരു റൈഡിൽ കയറിയിരിപ്പുണ്ടായിരുന്നു. ആ റൈഡിൽ കയറിയിരുന്നതും നമ്മുടെ ഓബ് കറക്റ്റ് വീണ്ടും കോൾ ചെയ്യാണ്. ആ സമയം വാനാണെങ്കിൽ കോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ആ ടൈമിന് ക്ലുവ ഇഷ്ടം തുറന്ന് പറയാൻ ഇതാണ് അവസരം എന്നുള്ള രീതിയിൽ നമ്മുടെ വാനിൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ഇടയിൽ വീണ്ടും ഓബിനെ കാണിക്കുമ്പോൾ ഓബ് ഇവർ അന്വേഷണം അടക്കാണ്. പെട്ടെന്ന് ഓബ് നോക്കിയപ്പോൾ ഇവർ റൈഡിൽ ഇരിക്കുന്ന കാണുകയാണ്. എന്നാൽ അവൻ നോക്കിയപ്പോൾ ക്ലുവ വാനിനെ കിസ് ചെയ്യാനായിട്ട് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇത് കണ്ടിപ്പോൾ ഷോക്കാവുന്നുണ്ട്. ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.